ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സീരീസ് ആൻഡ് പാരലൽ RLC. ഇത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സിംഗിൾ ഫേസ് സർക്യൂട്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അതിൽ ഏതൊക്കെ ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് ആൻഡ് പാരലൽ RLC, ആക്റ്റീവ് റിയാക്റ്റീവ് ആൻഡ് അപ്പാരന്റ് പവർ, ക്യൂ ഫാക്ടർ, റെസണൻസ്, പോലെ ഫേസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് സീരീസ് RLC സർക്യൂട്ട്. ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കാം. ഒരു സോഴ്സ് V is equal to Vm sin omega t നമ്മൾ അതിനെ ക്രോസ് കൊടുത്തിട്ടുണ്ട്. അവിടെ VR എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, VL എന്ന് പറയുന്നത് ഇൻഡക്ടറിനെ ക്രോസ് ആൻഡ് VC കപ്പാസിറ്ററിനെ ക്രോസ്. അപ്പോൾ അവിടെ നെറ്റ് വോൾട്ടേജ് V is equal to എന്തായിരിക്കും വരിക? റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ VL മൈനസ് VC എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും ഉള്ള കാരണം കൊണ്ട് അവിടെ നെറ്റ് റിയാക്റ്റീവ് ഡ്രോപ്പ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്താ കറണ്ടിന്റെയും ഇമ്പിഡൻസിനും ടേംസിൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും: I ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് HL മൈനസ് HC ദ ഹോൾ സ്ക്വയർ. അതിൽ ഈ ഒരു ടേം ഉണ്ടല്ലോ, റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് HL മൈനസ് HC ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ Z എന്ന് പറയുന്നത്. അപ്പോൾ V is equal to I ഇൻറ്റു Z എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമ്മൾ കറണ്ടിന്റെ ടേംസിൽ എഴുതുമ്പോൾ I is equal to എന്താ V ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് HL മൈനസ് HC ദ ഹോൾ സ്ക്വയർ, ഓർ V is equal to V ബൈ Z അങ്ങനെ വരും. where Z is equal to root of R square plus HL minus HC the whole square. അപ്പോൾ ഇതാണ് നമ്മുടെ ഇംപീഡൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ടാൻ ഫൈ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാൻ ഫൈ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫേസ് നോക്കിയാൽ മനസ്സിലാവും എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഈ ഫേസർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ റെഫറൻസ് ആയിട്ട് നമ്മൾ IR വരച്ചു, ഓർ VR. ആൻഡ് എന്താ VL മൈനസ് VC എന്ന് പറയുന്നത് നെറ്റ് റിയാക്റ്റീവ് ഡ്രോപ്പ് ആണ്. ഇവിടെ കൂടുതൽ ഇൻഡക്റ്റീവ് ആണ് നമ്മുടെ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ VL മൈനസ് VC എടുക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരാം, ഈ റിയാക്റ്റീവ് ഡ്രോപ്പ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ആൻഡ് ദ റിസൾട്ടന്റ് വോൾട്ടേജ് V is equal to IZ നമ്മൾ നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസ് അതായിരിക്കും നമ്മുടെ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നിട്ട് നമ്മൾ ടാൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ VL മൈനസ് VC ഡിവൈഡഡ് ബൈ VR, അതായിരിക്കും നമ്മുടെ ടാൻ ഫൈ എന്ന് പറയുന്നത്. ഓർ അത് തന്നെ നമുക്ക് റിയാക്റ്റൻസ് റെസിസ്റ്റൻസിന്റെ ടേംസ് ചെയ്താണെങ്കിൽ HL മൈനസ് HC ബൈ R. ഇനി നമുക്ക് ഫേസ് ആംഗിൾ, അപ്പോൾ ഫൈ ഇസിക്വൽ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താ ഒന്നെങ്കിൽ VL മൈനസ് VC ബൈ VR, അതല്ലാന്നുണ്ടെങ്കിൽ HL മൈനസ് HC ബൈ R. അതായിരിക്കും നമ്മുടെ ഫേസ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത്. ഇനി പവർ എന്ന് പറയുന്നത് VI കോസ് ഫൈ ആയിരിക്കും, ബിക്കോസ് ദ പവർ ഇസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ. അപ്പോൾ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ P is equal to VA cos phi എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ I square R. ഇതിൽ നിന്നിട്ട് നമുക്ക് പവർ ഫാക്ടർ cos phi നമുക്ക് എഴുതാൻ പറ്റും. cos phi എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അതായത് I ഇൻറ്റു R ഡിവൈഡ് ബൈ I ഇൻറ്റു Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, R ബൈ Z കിട്ടും. മീൻസ് cos phi പവർ ഫാക്ടർ is equal to R ബൈ Z. ഇനി സീരീസ് RLC സർക്യൂട്ടിൽ 3 കേസസ്. അതിൽ ഫസ്റ്റ് വണ് XL ഗ്രേറ്റർ ദാൻ XC വരുമ്പോൾ, XL ഗ്രേറ്റർ ദാൻ XC വരുമ്പോൾ അവിടെ സർക്യൂട്ട് എന്ന് പറയുന്നത് കൂടുതൽ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുക. അപ്പോൾ അവിടെ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അവിടെ വോൾട്ടേജ് ലീഡ് ചെയ്തിരിക്കും കറണ്ടിനേക്കാളും അല്ല. അപ്പോൾ കറണ്ട് ലാഗിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലാഗിങ് പവർ ഫാക്ടറിലാണ് അത് വർക്ക് ആവുന്നത് നമുക്ക് പറയാൻ പറ്റും. മീൻസ് ഫൈ ഈസ് പോസിറ്റീവ്. ഇനി XL ലെസ് ദാൻ XC വരുമ്പോൾ അപ്പോൾ അവിടെ എന്തായിരിക്കും, കൂടുതൽ കപ്പാസിറ്റി പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ അവിടെ ഫൈ എന്ന് പറയുന്നത് എന്തോ നെഗറ്റീവ് ആയിരിക്കും വരാം. ഇപ്പോൾ കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്തിരിക്കും വോൾട്ടേജിനേക്കാളും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു കേസ് വരാം, XL is equal to XC. അപ്പോൾ ആ ഒരു കേസിനെ പറയുന്ന പേരെന്താ വെച്ചാൽ നമ്മൾ റെസണൻസ് എന്നാണ് പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ആ സർക്യൂട്ട് എന്ന് പറയുന്നത് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ട് മാറും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ഫൈ എത്രയാ 0 ആയിട്ട് മാറും. അപ്പോൾ അവിടെ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. ദ വോൾട്ടേജ് വിൽ ബി ഇൻ ഫേസ് വിത്ത് ദ കറണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ്. അപ്പം അതിന്റെ ഫേസറാണ് കാണിച്ചിട്ടുള്ളത്. XL ഗ്രേറ്റർ ദാൻ XC എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പം നെറ്റ് റിയാക്റ്റീവ് ഡ്രോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് വരച്ചു. ആൻഡ് അവിടെ എന്താ Z എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഇംപിഡൻസ്, അതായത് റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് HL മൈനസ് HC ദ ഹോൾ സ്ക്വയർ. ഇനി അത് തന്നെ
HL ലെസ് ദാൻ XC വരുമ്പോഴുള്ള ഫേസർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു നമ്മുടെ കപ്പാസിറ്റി പ്രോപ്പർട്ടി ആയിരുന്നു കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് റിയാക്റ്റീവ് ഡ്രോപ്പ് നമ്മൾ താഴേക്ക് വരച്ചിട്ടുള്ളത്. അപ്പോൾ R XC മൈനസ് HL റിസൾട്ടന്റ് Z. HL ഈക്വൽ ടു XC എന്ന് പറയുമ്പോൾ അവിടെ എന്താ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫേസർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. വോൾട്ടേജും കറണ്ട് എന്ന് പറയുന്നത് ഇൻ ഫേസ് ആണ്, യൂണിറ്റി പവർ ഫാക്ടറിലാണ് അത് വർക്ക് ആവുന്നത്. ഇനി നമ്മളെ റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ആ XL ഈസ് ഈക്വൽ ടു XC വരുമ്പോൾ ആ ഉള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ബിക്കംസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ അതാണ് ഇവിടെ ഇക്വേഷൻ. ആ കണ്ടീഷൻ കൊടുത്തിട്ടുള്ള XL ഈസ് ഈക്വൽ ടു XC. ഓർ XL എന്ന് പറയുന്നത് നമ്മുടെ ഒമേഗ L ആണ്, HC എന്ന് പറയുന്നത് 1/ωc. അപ്പോൾ നമുക്ക് അതിൽ നിന്നിട്ട് നമുക്ക് ഫ്രീക്വൻസി ഓഫ് അറ്റ് റെസൊണൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് FR ഈസ് ഈക്വൽ ടു 1/2π√LC. അപ്പോൾ ഇവിടെ നമുക്കൊരു റെസൊണന്റ് കർവ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇംപിഡൻസ് എന്താ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു ഗ്രാഫും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസൊണന്റ് ഫ്രീക്വൻസിക്ക് താഴെ എന്തായിരിക്കും, നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് കൂടുതൽ കപ്പാസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റീവ് ഇതെന്തായിരിക്കും, ലോ ഫ്രീക്വൻസിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താ ഫ്രീക്വൻസി ഇൻക്രീസ് ആവും തോറും നമ്മുടെ കപ്പാസിറ്റീവ് ഇംപിഡൻസ് ഇങ്ങനെ കുറഞ്ഞു വരും. എന്നിട്ട് എന്താ നമുക്ക് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ എന്താ റെസിസ്റ്റൻസ് മാത്രമായിരിക്കും. അപ്പോൾ ഏറ്റവും മിനിമം ഇംപിഡൻസ് എത്താൻ എന്തായിരിക്കും, റെസൊണൻസിന്റെ സമയത്തായിരിക്കും. Z ഈസ് ഈക്വൽ ടു R. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ അബോവ് ഫ്രീക്വൻസിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ സർക്യൂട്ട് ബിക്കംസ് എന്തായിരിക്കും, ഇൻഡക്റ്റീവ് ആയിട്ട് മാറും. അതാണ് ഇവിടെ XL ഗ്രേറ്റർ ദാൻ XC എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ അവിടെ ഇംപിഡൻസ് എന്ന് പറയുന്നത് പതുക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് വരും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്താ, കുറഞ്ഞു വരാം. അപ്പോൾ ഇവിടെ കറണ്ട് പതുക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പതുക്കെ കൂടി വന്നിട്ട് ഈ ഒരു പോയിന്റിലായിരിക്കും മിനിമം ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ സർക്യൂട്ട് എന്ന് പറയുന്നത് കൂടുതൽ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി കാണിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ ഇംപിഡൻസ് ഇങ്ങനെ പതുക്കെ റൈസ് ചെയ്ത് വരാണ്. അപ്പോൾ ഇംപിഡൻസ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഇതാണ് സർക്യൂട്ട് കറണ്ടും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ്. അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് RLC സീരീസ് സർക്യൂട്ട്സ്. ഇതെവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അതായത് ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റേഴ്സ്, ഇതെല്ലാത്തത് നമ്മൾ എന്താ യൂസ് ചെയ്യും. പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ട്യൂൺഡ് സർക്യൂട്ട്സ്, പിന്നെ ഓസിലേറ്റേഴ്സ്. ഇത് മൂന്നിലാണ് നമ്മൾ സീരീസ് RLC സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്ത് ആക്റ്റീവ്, റിയാക്റ്റീവ് ആൻഡ് അപ്പാരന്റ് പവർ. ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ആക്ച്വൽ പവർ അല്ലെങ്കിൽ യൂസ്ഫുൾ പവർ ആയിരിക്കും നമ്മുടെ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അത് നമ്മുടെ വിച്ച് ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട്, അതാണ് നമ്മുടെ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. റിയൽ പവർ നമ്മളത് വാട്ട്സിൽ അല്ലെങ്കിൽ മെഗാവാട്ട്സിലായിരിക്കും നമ്മൾ അത് മെഷർ ചെയ്യുന്നത്. ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് P എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. P is equal to VI cos phi, അതായിരിക്കും നമ്മുടെ ആക്റ്റീവ് പവർ. അടുത്തത് റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ പവർ അല്ല, ഡസ് നോട്ട് ഡു എനി യൂസ്ഫുൾ വർക്ക് ഓൺ ദ ലോഡ്. അതായത് സോഴ്സിൽ നിന്നിട്ട് ലോഡിലേക്കും ലോഡിൽ നിന്നിട്ട് സോഴ്സിലേക്കും ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഒരു പവറാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അത് നമ്മൾ വോൾട്ട് ആംപിയർ റിയാക്റ്റീവിലാണ് അത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, Q is equal to VI sin phi. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ Qയിലാണ് നമ്മൾ റിയാക്റ്റീവ് പവറിനെ. അടുത്തത് അപ്പാരന്റ് പവർ. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RMS വാല്യൂ ഓഫ് വോൾട്ടേജിന്റെയും കറന്റിന്റെയും പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് അപ്പാരന്റ് പവർ ആയി. അപ്പൊ അത് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിന്റെ യൂണിറ്റ് വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ KVA അല്ലെങ്കിൽ MVA, അതാണ് നമ്മുടെ അപ്പാരന്റ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്നത് S ലാണ്. S is equal to V into I, VRMS into IRMS. അടുത്തത് പവർ ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ റിയൽ പവറും അതുപോലെ റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു ട്രയാങ്കിളിനെ പറയുന്നതാണ് നമ്മൾ പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ റെഫറൻസ് ആക്കിയിട്ട് വരയ്ക്കുക നമ്മൾ റിയൽ പവർ ആയിരിക്കും, ആൻഡ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ റിയാക്റ്റീവ് പവർ ആക്ട് ചെയ്യുക, ആൻഡ് റിസൾട്ടന്റ് പവർ വിൽ ബി ദ ഹൈപ്പോട്ടന്യൂസ് അപ്പാരന്റ് പവർ. S is equal to root of P square plus Q square. അതിൽ P എന്ന് പറയുന്നത് നമ്മുടെ റിയൽ പവറും Q എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറും. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. P is equal to
ആക്റ്റീവ് പവർ അതായത് വി ഐ കോസ് ഫൈ, ക്യൂ ഇസ് ഈക്വൽ ടു റിയാക്റ്റീവ് പവർ അതായത് വി ഐ സൈൻ ഫൈ, ആൻഡ് എസ് വിൽ ബി ഈക്വൽ ടു എന്താ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ആൻഡ് ഇത് വന്നിട്ട് നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം, ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ, അതായത് അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, പി ബൈ എസ് ആൻഡ് യൂണിറ്റ് എന്താ കിലോ വാട്ട് ബൈ കെ വി. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ് ഫൈ കിട്ടും. അല്ലെങ്കിൽ സൈൻ ഫൈ കണ്ടുപിടിക്കാൻ നമുക്ക് ക്യൂ ബൈ എസ് ചെയ്താൽ മതി, കെ വി ആർ ഡിവൈഡ് ബൈ കെ വി. അടുത്തത് ഇംപീഡൻസ് ട്രയാങ്കിൾ. അപ്പോൾ റെസിസ്റ്റൻസും റിയാക്ടൻസും ഇംപീഡൻസും നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ട്രയാങ്കിളാണ് നമ്മൾ ഇംപീഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ അത് പറയുന്നത് ഇംപീഡൻസ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ കോസ് ഫൈ എന്ന് പറയുമ്പോൾ എന്താ വരാം, അഡ്ജസ്റ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് മീൻസ് ആർ ബൈ സെറ്റ്. സൈൻ ഫൈ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എക്സ് ബൈ ആർ വരും. ഇനി ഇത് തന്നെ ഇംപീഡൻസ് ട്രയാങ്കിൾ നമ്മൾ അഡ്മിറ്റൻസ് ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് പാരലൽ സർക്യൂട്ടിലാണ് നമ്മൾ ഈ ഒരു അഡ്മിറ്റൻസ് ട്രയാങ്കിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, പാരലൽ ആർ എൽ സി ആണെങ്കിൽ. ഇപ്പോൾ 1 ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കണ്ടക്ടൻസ്, 1 ബൈ റിയാക്ടൻസ് എന്ന് പറയുന്നത് സസെപ്റ്റൻസ്. അപ്പോൾ താഴേക്ക് വരച്ചു. ഇനി 1 ബൈ ഇംപീഡൻസ് ആണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആയിരിക്കും ഇതിൻ്റെ രണ്ടിനും റിസൾട്ടൻറ്റ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്താ, ജി സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. അടുത്ത് ക്യൂ ഫാക്ടർ. ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. അതായത് എക്സ് എൽ ബൈ ആർ മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ്, അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ എക്സ് എൽ എന്ന് പറയുന്നത് എന്താ, ഒമേഗ 0 എൽ എന്ന് പറയാം. അതായത് ഈ റേഷ്യോനെ പറയുന്നത് നമ്മൾ എന്താണ് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ഒമേഗ 0 എന്ന് പറയുന്നത് എന്താ, റെസൊണന്റ് ഫ്രീക്വൻസി ഇൻ റേഡിയൻ പെർ സെക്കൻഡ്, ആൻഡ് എൽ ഈസ് ദ ഇൻഡക്റ്റൻസ്. ഇനി ഇതൊരു റേഷ്യോ ആണ്. അവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി, അതിന് യൂണിറ്റ് ഒന്നുമില്ല. ഇനി നമ്മൾ റെസൊണന്റ് കർവ് കുറച്ച് നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസൊണന്റ് കർവിന്റെ ഷാർപ്പ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ക്യൂ ഫാക്ടർ നോക്കിയിട്ട് പറയാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും, ദ ഷാർപ്പ്നെസ് ഓഫ് ദ റെസൊണൻസ് ഇൻ എ റെസൊണന്റ് സർക്യൂട്ട് ഈസ് മെഷർഡ് ക്വാണ്ടിറ്റി ബൈ ദ ക്വാളിറ്റി ഫാക്ടർ ക്യൂ. അപ്പോൾ അത് തന്നെ നമുക്ക് കപ്പാസിറ്ററിന്റെ ടേംസിൽ എഴുതാണെങ്കിൽ നമുക്ക് ക്യൂ ഫാക്ടർ എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് സി ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. അതിൽ എക്സ് എന്ന് പറയുന്നത് എന്താ, 1 ബൈ ഒമേഗ 0 സി ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, 1 ബൈ ഒമേഗ 0 സി ആർ വരും. അപ്പോൾ ഇത് കപ്പാസിറ്ററിന്റെ ടേംസിൽ എഴുതാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഫാക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എക്സ് സി ബൈ ആർ. അതിലും ഒമേഗ 0 എന്ന് പറയുന്നത് നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി തന്നെ ആയിരിക്കും. ഇനി ക്വാളിറ്റി ഫാക്ടർ കൂടാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഇംപീഡൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഹയർ ദ ക്വാളിറ്റി ഫാക്ടർ, ഹയർ വിൽ ബി ദ ഇംപീഡൻസ് ആൻഡ് ലോവർ വിൽ ബി ദ ലോസസ്. ഇനി അടുത്തത് പാരലൽ ആർ എൽ സി സർക്യൂട്ട്. ഇപ്പോൾ നമുക്ക് സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലൽ ആണ്, ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ വോൾട്ടേജ് സോഴ്സ് വി എസ്. അപ്പോൾ അതിൽ പോണ കറണ്ട് എന്ന് പറയുന്നത് ഐ എസ് ആണ്, നമ്മുടെ സപ്ലൈ കറണ്ട്. ആൻഡ് ദാറ്റ് കറണ്ട് സ്പ്ലിറ്റ് ഇൻ ടു 3 എന്ന് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് ഐ ആർ ആയിട്ട് പോകും, സെക്കൻഡ് എന്താ ഇൻഡക്ടറിലൂടെ പോണ കറണ്ട് ഐ എല്ലും ആൻഡ് കപ്പാസിറ്ററിലൂടെ പോണ കറണ്ട് ഐ സിയും. അപ്പോൾ തമ്മിൽ നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ പാരലൽ സർക്യൂട്ടിൽ അവിടെ കറണ്ട് ആണ് സ്പ്ലിറ്റ് ആവുന്നത്. സീരീസ് നമ്മുടെ വോൾട്ടേജ് ആയിരുന്നു സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നത്, ഇവിടെ കറണ്ട് ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസർ നമ്മൾ കറണ്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസർ എന്ന് പറയുന്നത്. ഐ സി എന്ന് പറയുന്നത് നമ്മൾ മുകളിലേക്ക് വരച്ചു, ആൻഡ് ഐ എൽ എന്ന് പറയുന്നത് താഴേക്ക് വരച്ചു, ഐ ആർ എന്ന് പറയുന്നത് നമ്മൾ എന്താ ഹൊറിസോണ്ടലായിട്ട് വരച്ചു. ഇനി ഇവിടെ എന്താണ് നമ്മുടെ ഐ എസ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വരാൻ നോക്കാം. ഐ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എൽ മൈനസ് ഐ സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഐ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, വി ഡിവൈഡഡ് ബൈ ആർ ചെയ്താൽ മതി. കാരണം പാരലൽ ആണ്, പാരലൽ ആയതുകൊണ്ട് സെയിം വോൾട്ടേജ് ആയിരിക്കും മൂന്നിനും അക്രോസ് വരാം. അതായത് റെസിസ്റ്റൻസിനും അതുപോലെ ഇൻഡക്ടറിനും കപ്പാസിറ്റർ അക്രോസും സെയിം വോൾട്ടേജ് ആണ് വരാം. അപ്പോൾ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്താ വരിക, വി ബൈ ആർ, അതുപോലെ വി ബൈ എക്സ് എൽ, വി ബൈ എക്സ് സി, അതായിരിക്കും മൂന്ന് കറണ്ടുകൾ. ആൻഡ് ദ റിസൾട്ടന്റ് കറണ്ട് ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ റൂട്ട് ഓഫ് ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എൽ മൈനസ് ഐ സി ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിൽ നമുക്ക് എന്താ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഐ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിട്ട് മാറും, I1 by Z is equal to root of 1 by R the whole square plus 1 by XL minus 1 by XC the whole square നമുക്ക് വരും. ഇതിൽ 1 by Z എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ നമ്മൾ ഇംപീഡൻസിന്റെ ടേംസിലായിരിക്കും നമ്മൾ എഴുതുക. അത് തന്നെ പാരലൽ ആയിരിക്കുമ്പോൾ നമുക്ക് അഡ്മിറ്റൻസിൽ എടുക്കായിരിക്കും നമുക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിരിക്കും.
നമുക്കിവിടെ അഡ്മിറ്റൻസ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ സീരീസിൽ നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ നോക്കിയിരുന്നു. അപ്പോൾ അതന്നെ പാരലൽ സർക്യൂട്ട് ആകുമ്പോൾ ഇവിടെ അഡ്മിറ്റൻസ് ട്രയാങ്കിൾ ആയിരിക്കും നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, കണ്ടക്ടൻസ് ജി വരച്ചു. അതുപോലെ 1 റിയാക്ടൻസ് എന്ന് പറയുന്നത് സസെപ്റ്റൻസ് ആണ്. അപ്പോൾ ബി ആണ് സസെപ്റ്റൻസ് ആൻഡ് വൈ ഈസ് ഗിവൺ ബൈ എന്താ, അഡ്മിറ്റൻസ്. ഇനി നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് 1/z ഈസ് ഈക്വൽ ടു 1/r ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/xl മൈനസ് 1/hc ദ ഹോൾ സ്ക്വയർ ആയിരുന്നു അല്ലേ. അപ്പോൾ തന്നെ 1/z എന്ന് പറയുന്നത് y മീൻസ് അഡ്മിറ്റൻസ്, 1/r എന്ന് പറയുന്നത് കണ്ടക്ടൻസ് g, 1/xl മൈനസ് 1/xc എന്ന് പറയുന്നത് സസെപ്റ്റൻസുകളാണ്, അതായത് ഇൻഡക്റ്റീവ് സസെപ്റ്റൻസും കപ്പാസിറ്റീവ് സസെപ്റ്റൻസും. അപ്പോൾ bl മൈനസ് bc ദ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. അപ്പോൾ ഇക്വേഷൻ എന്താ, y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് bl മൈനസ് bc ദ ഹോൾ സ്ക്വയർ. അതിൽ g എന്ന് പറയുന്നത് 1/r, bl മൈനസ് 1/xl, പിന്നെ bc ഈസ് ഈക്വൽ ടു 1/xc. ഇനി പവർ ഫാക്ടർ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്ന് പറയുന്നത് കോസ് ഫൈ ആണല്ലോ പവർ ഫാക്ടർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരാം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് മീൻസ് ജി ബൈ വൈ, അതായിരിക്കും നമ്മുടെ പവർ ഫാക്ടർ കോസ് ഫൈ. ആൻഡ് ടാൻ ഫൈ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വരുമ്പോൾ ബി ബൈ ജി. അപ്പോൾ നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ എക്സ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേ സെയിം സാധനം നമ്മൾ അഡ്മിറ്റൻസിന്റെ ടേംസിൽ എഴുതുമ്പോൾ എന്ത് വരാം, വൈ ഈസ് ഈക്വൽ ടു ജി മൈനസ് ജെ ബി ആയിരിക്കും വരാം. പാരലൽ സർക്യൂട്ടിലാണ് ഇത് വരാം, അഡ്മിറ്റൻസ് വരാം. പാരലൽ സർക്യൂട്ടിൽ റെസൊണൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റിയാക്റ്റീവ് പവർ ഓഫ് കപ്പാസിറ്ററും ഇൻഡക്ടറും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് എൽ എക്സ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ, അതാണ് നമ്മുടെ റെസൊണൻസിന്റെ കണ്ടീഷൻ. സീരീസിൽ എന്തായിരുന്നു, എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് ആയിരുന്നു. അത് തന്നെ പാരലൽ വരാണെങ്കിൽ എക്സ് എൽ എക്സ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ, അതാണ് എന്താണ് നമ്മുടെ റെസൊണൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായിരിക്കും, ദ സർക്യൂട്ട് വിൽ ബി ബിക്കം കണ്ടക്റ്റീവ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ, റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1/2π റൂട്ട് 1/LC മൈനസ് ആർ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇനി സപ്പോസ് ഈ ആറിന്റെ വാല്യൂ എന്താ വളരെ ചെറുതാന്ന് വിചാരിക്കുക കമ്പയറിംഗ് ടു എൽ. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ആർ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. The equation will become like this, FR is equal to 1/2π root LC. ഈ പാരലൽ റെസൊണൻസിന്റെ സമയത്ത് സർക്യൂട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ഇംപിഡൻസ് എന്നാണ് പറയാം നമ്മൾ. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ZR is equal to L/CR. ഈ L/C എന്ന് പറയുന്ന റേഷ്യോ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അത് ആ ZRന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് കൂടും അറ്റ് റെസൊണൻസ്. അപ്പോൾ ഇംപിഡൻസ് എന്ന് പറയുന്നത് കൂടുതലാകുമ്പോൾ അവിടെ കറണ്ട് കുറവായിരിക്കും അല്ലെ. അപ്പോൾ ദ കറണ്ട് അറ്റ് റെസൊണൻസ് ഈസ് സ്മോൾ ബിക്കോസ് ഓഫ് ഹൈ ഇംപിഡൻസ്. ക്യൂ ഫാക്ടർ ഇൻ പാരലൽ റെസൊണൻസ്. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് RLC സീരീസ് RLCയിൽ എന്തായിരുന്നു, നമ്മൾ അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും, അതായത് റെസിപ്രോക്കൽ ആയിരിക്കും. മീൻസ് അവിടെ സീരീസിൽ എന്തായിരുന്നു ω0 L/R ആയിരുന്നു. അപ്പോൾ ഇവിടെ പാരലലിൽ വരുമ്പോൾ എന്താ വരാം, R/ω0 L, അതല്ലെങ്കിൽ കപ്പാസിറ്റർ ടേംസ് എഴുതുമ്പോൾ ω0 RC. അതിന്റെ വേറൊരു ഇക്വേഷൻ എന്ന് വെച്ചാൽ R ഇൻറ്റു റൂട്ട് ഓഫ് C/L. ഇനി ക്വാളിറ്റി ഫാക്ടർ ഹൈ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, റെസ്പോൺസ് എന്ന് പറയുന്നത് ബ്രോഡർ ആയിരിക്കും, അത് ഇത്തിരി വൈഡ് ആയിരിക്കും. അത് തന്നെ ലോ ക്യൂ ഫാക്ടർ ആണെങ്കിൽ അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നാരോ ആയിരിക്കും, നാരോ റെസ്പോൺസ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇഫ് ദ വാല്യൂ ഓഫ് C in a series RLC circuit is decreased, the resonance frequency option A is not affected, option B increases, option C is reduced to 0 and option D decreases. അപ്പോൾ സീരീസ് RLC സർക്യൂട്ടിൽ കപ്പാസിറ്റർ കുറച്ച് കഴിഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ. നമുക്ക് നോക്കാം. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, FR is equal to 1/2π root LC അല്ലെ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ഇക്വേഷൻ FR is equal to 1/2π root LC. FR is inversely proportional to root C ആണ്. മീൻസ് അവിടെ എന്തുണ്ടാവും, കപ്പാസിറ്റർ കൂടുന്നതിനനുസരിച്ച് കുറയണതിനനുസരിച്ചിട്ട് അവിടെ റെസൊണൻസ് ഫ്രീക്വൻസി ഇൻക്രീസ് ആവും. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഇൻക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇംപിഡൻസ് അറ്റ് റെസൊണൻസ് ഫ്രീക്വൻസി ഓഫ് എ സീരീസ് RLC സർക്യൂട്ട് വിത്ത് L is equal to 20 millihenry
comma C is equal to 0.02 microfarad and R is equal to 90 ohm is option A 0 ohm, option B 90 ohm, option C 20 ohm and option D 40 ohm. നമുക്കിവിടെ റെസണൻസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, മീൻസ് ദ സർക്യൂട്ട് ഈസ് അണ്ടർ റെസണൻസ്. അറ്റ് റെസണൻസ് ഇംപീഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ 90 ഓം ആണ് ആറിന്റെ വാല്യൂ. അപ്പോൾ എന്താ, at resonance the circuit will become purely resistive. So the correct answer is option B 90 ohm. അടുത്ത question, a 24 ohm resistor, an inductor with reactance 120 ohm and a capacitor with reactance 120 ohm are in series across 60 volt. The circuit is at resonance. The voltage across the inductor is option A 60 volt, option B 60 volt, option C 30 volt and option D 300 volt. നമുക്കിവിടെ റെസണൻസിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ XL is equal to XC ആണ് നമ്മുടെ റെസണൻസിന്റെ കണ്ടീഷൻ. XL is equal to XC ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇംപീഡൻസിന്റെ ഇക്വേഷനിൽ എന്തായിരിക്കും, ഈ ഒരു ടേം എന്ന് പറയുന്നത് XL മൈനസ് XC എന്ന് പറയുന്നത് 0 ആയിരിക്കും. മീൻസ് സർക്യൂട്ട് ഈസ് പ്യൂർലി റെസിസ്റ്റീവ്. അവിടെ എത്ര വരെ ഇംപീഡൻസ് എന്ന് പറയുന്നത് 24 ഓം ആയിരിക്കും ഇംപീഡൻസ്. നമ്മുടെ അത് കാണാൻ പറഞ്ഞിട്ടുള്ളത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് അതിൽ കൂടെ പോകണം, കറണ്ട് അറിയണം. മീൻസ് I is equal to V by Z ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 60 ആണ് നമ്മൾ കൊടുത്ത വോൾട്ടേജ് ആൻഡ് 24 ഓം ആണ് അവിടുത്തെ സർക്യൂട്ടിലെ മൊത്തം ഇംപീഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 60/24 എന്ന് പറയുമ്പോൾ 2.5 ആംപിയർ നമുക്ക് കിട്ടും. ആൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു എന്താ, ദ വാല്യൂ ഓഫ് ദാറ്റ് അവിടെ ഉണ്ടായ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഇൻറ്റു അവിടുത്തെ കറണ്ട്, മീൻസ് 2.5 ഇൻറ്റു 120 എന്ന് പറയുന്നത് എത്ര എന്താ വെച്ചാൽ 300 വോൾട്ട് ആയിരിക്കും കിട്ടുക. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി 300 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് വിത്ത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് സി, ഓപ്ഷൻ എ റെസൊണൻസ് ഫ്രീക്വൻസി വിൽ ഡിക്രീസ്, ഓപ്ഷൻ ബി Q will decrease, option C bandwidth will increase and option D both A and B. ഇവിടെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π റൂട്ട് LC മീൻസ് ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് മീൻസ് അവിടെ എന്തുണ്ടാവും, റെസൊണൻസ് ഫ്രീക്വൻസി കുറയും. അപ്പോൾ കണ്ടീഷൻ എ കറക്റ്റ് ആണ്. ഇനി Q ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ 1/ω0 CR ആണ്, മീൻസ് കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ Q ഫാക്ടർ കുറയും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ഓൾസോ വിൽ ബി കറക്റ്റ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും ടു ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എയും ബിയും കറക്റ്റ് ആണ്, മീൻസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് RLC സർക്യൂട്ട് വിൽ ഇൻക്രീസ് ഇഫ് ഓപ്ഷൻ എ R increases, ഓപ്ഷൻ ബി R decreases, ഓപ്ഷൻ സി impedance increases and option D voltage increases. ഇപ്പോൾ Q ഫാക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ Q ഫാക്ടർ കൂടുമ്പോൾ അവിടെ എന്തുണ്ടാവും, റെസിസ്റ്റൻസ് ഡിക്രീസ് ആവും. സോ കറക്റ്റ് ഓപ്ഷൻ ബി R decreases. അടുത്ത ക്വസ്റ്റ്യൻ, a certain series resonance circuit has a bandwidth of 2 kHz. If the existing coil is replaced with one having higher value of Q factor, the bandwidth will option A increase, option B remain same, option C decrease and option D be less selective. ഇവിടെ റെസൊണൻസ് സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിന്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് 2 kHz നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ സർക്യൂട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു, ഒരു ഹയർ Q ഫാക്ടറിന്റെ വാല്യൂ ഉള്ള ഒരു കോയിൽ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ബാൻഡ് വിഡ്ത്ത് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ Q ഫാക്ടർ എന്ന് പറയുന്നത് എന്താ, റെസൊണൻസ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ടാവും, Q ഫാക്ടർ കൂടുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കുറയും. സോ ദ കറക്റ്റ് ഓപ്ഷൻ സി ബാൻഡ് വിഡ്ത്ത് ഡിക്രീസസ്. ആൻസർ സി ഡിക്രീസ്. ഇതാണ് ഇക്വേഷൻ, ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു റെസൊണൻസ് ഫ്രീക്വൻസി ടു ക്വാളിറ്റി ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, a 12 ohm, a 7 farad capacitor and 7 Henry coil are in series across an AC source. The resonant frequency is option A 1/22 Hz, option B 1/44 Hz, option C 44 Hz and option D 22 Hz. Resonant frequency കാണാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത്. 1/2π നമുക്ക് ചെയ്യാം. FR is equal to 1/2π root LC. ഇക്വേഷൻ നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലിൻ്റെയും സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √49 മീൻസ് 7, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/44 വരും.
അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും 1/44 Hz. അടുത്ത ക്വസ്റ്റ്യൻ, in a series resonance circuit with an increase in L, option A resonance frequency will decrease, option B bandwidth will decrease, option C Q will increase, and option D all of the above. അപ്പോൾ നമ്മുടെ ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെസൊണൻസ് ഫ്രീക്വൻസി കുറയും. നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് FR is equal to 1/2π√LC ഇക്വേഷൻ അനുസരിച്ചിട്ട് ഇൻഡക്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടെ റെസൊണൻസ് ഫ്രീക്വൻസി കുറയും. ആൻഡ് ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് പറ്റും, നമ്മുടെ ഇൻഡക്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ ബാൻഡ് വിഡ്ത്ത് കുറയും. ആൻഡ് ഓൾസോ ഇവിടെ എന്താ ക്യൂ ഫാക്ടർ ഇൻക്രീസ് ആവും, XL ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച്. സോ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ കറക്റ്റ് ആൻസർ ഷുഡ് ബി ഓൾ ഓഫ് ദ അബവ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സീരീസ് RLC സർക്യൂട്ട് അറ്റ് റെസൊണൻസ്, ഓപ്ഷൻ എ omega LC is equal to 1, option B omega L square C square is equal to 1, option C omega square LC is equal to 1, and option D omega square L square C is equal to 1. അപ്പോൾ അത് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്ക് കഴിഞ്ഞാൽ omega square LC is equal to 1 ആയിരിക്കും. Correct answer is option C omega square LC is equal to 1. അടുത്ത ക്വസ്റ്റ്യൻ, the dynamic impedance of an RLC parallel circuit at resonance is dash ohm. Option A R/LC, option B C/LR, option C LC/R, and option D L/CR. അപ്പോൾ ഡൈനാമിക് ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, L/CR നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി L/CR. അടുത്ത ക്വസ്റ്റ്യൻ, the maximum voltage drop across inductance is option A 50, option B 25, option C 12.5, and option D 5. അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്, V is equal to 5 sin 100t ആൻഡ് റെസിസ്റ്റൻസ് 20 ohm, 0.5 ഹെൻറിയുടെ ഇൻഡക്ടറും ആൻഡ് 200 മൈക്രോഫാരഡിന്റെ കപ്പാസിറ്റർ. കൂടെ 5 sin 100t, അതായത് ഒമേഗയുടെ വാല്യൂ 500 ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഒമേഗ എൽ XL കണ്ടുപിടിക്കാം, 1HC നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒമേഗ is equal to 100, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഒമേഗ is equal to 100, XL is equal to omega L, X is equal to 1/omega C. അപ്പോൾ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും XL-ൻ്റെയും വാല്യൂ അതുപോലെ XC-യുടെയും വാല്യൂ നമുക്ക് 50 ആണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ XL is equal to XC മീൻസ് 50 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റെസൊണൻസ് ആണ്. സോ ദ സർക്യൂട്ട് വിൽ ബിക്കം പ്യുവർലി റെസിസ്റ്റീവ്. അപ്പോൾ അവിടെ ആ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്തായിരിക്കും വരാം, വോൾട്ടേജ് V ബൈ റെസിസ്റ്റൻസ് 5/20 എന്ന് പറയുന്നത് എത്ര വരാം, 5/20 ആംപിയർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ആണ് കാണാൻ പറ്റില്ല ഇൻഡക്ടറിനെ അക്രോസ്. അപ്പോൾ VL is equal to 5/20 into 50 മീൻസ് 12.5 വോൾട്ട് നമുക്ക് കിട്ടും. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി 12.5 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ പാരലൽ സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി ഇൻ റെസൊണൻസ് വെൻ ദ അഡ്മിറ്റൻസ് ഈസ് പ്യുവർലി ഓപ്ഷൻ എ കപ്പാസിറ്റീവ്, ഓപ്ഷൻ ബി ഇൻഡക്റ്റീവ്, ഓപ്ഷൻ സി സസെപ്റ്റീവ്, ആൻഡ് ഓപ്ഷൻ ഡി കണ്ടക്റ്റീവ്. പാരലൽ റെസൊണൻസ് എന്താണ്, അവിടെ എന്താ സംഭവിക്കുക, സർക്യൂട്ട് എന്ന് പറയുന്നത് പ്യുവർലി കണ്ടക്റ്റീവ് ആയിരിക്കും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കണ്ടക്റ്റീവ്. അവിടെ എഴുതിയിട്ടുണ്ട്, ഇൻ സീരീസ് RLC സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ് ആൻഡ് പാരലൽ സർക്യൂട്ട് ഇറ്റ് ഈസ് പ്യുവർലി കണ്ടക്റ്റീവ് അറ്റ് റെസൊണൻസ്. സീരീസ് ആണെങ്കിൽ അവിടെ പ്യുവർലി റെസിസ്റ്റീവ് ആവും, പാരലൽ ആണെങ്കിൽ അത് പ്യുവർലി കണ്ടക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ക്യാൻ ബി എംപ്ലോയ്ഡ് as a ഓപ്ഷൻ എ ഹൈ ഇംപീഡൻസ്, ഓപ്ഷൻ ബി ടു റിജക്ട് എ സ്മോൾ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്, ഓപ്ഷൻ ബി ടു ആംപ്ലിഫൈ ദ വോൾട്ടേജ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. നമുക്കിവിടെ പാരലൽ റെസൊണൻസ് യൂസ് ചെയ്താൽ ഇംപീഡൻസ് ഹൈ ആയിരിക്കും. ആൻഡ് ഓൾസോ അവിടെ റിജക്ഷൻ സർക്യൂട്ടിൽ എന്താ റിജക്ഷൻ ഓഫ് സ്മോൾ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പാരലൽ റെസൊണൻസ് നമ്മൾ യൂസ് ചെയ്യാം. അവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കില്ല. സോ കറക്റ്റ് ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.